ഹായ് ഹലോ, എന്തൊക്കെയാണ് ഫ്രണ്ട്സ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഒരു സൺഡേ വ്ലോഗാണ്. ജസ്റ്റ് ഞാനും ചേച്ചിയും മോനും എൻ്റെ മോളും ഹസ്ബൻഡും എല്ലാവരും കൂടെ ആയിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ വന്നതാണ്. എൻ്റെ അനിയൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവനെയും കൂടി ഒന്ന് കാണാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ ചേച്ചീൻ്റെ മോന് കോട്ടക്കൽ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ അവനെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു പ്ലാനിൽ വന്നതാണ്. അപ്പോൾ എൻ്റെ മോള് സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. ആദ്യം ചെറുപ്പത്തിൽ, അതായത് ഒരു 3 മാസമൊക്കെ ഉള്ളപ്പോൾ വന്നതാണ്. അപ്പോൾ അവൾക്ക് അധികമൊന്നും കാണാനോ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇപ്പം ലൈറ്റ്സും സൗണ്ടും ഒക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവൾ. പിന്നെ ഇവനാണെങ്കിൽ ഇവിടുത്തെ ഗെയിംസാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എല്ലാ ഗെയിമിലും ഒക്കെ ഒന്ന് കയറി നോക്കി അവിടുന്ന് പോരാൻ മടിയാണ്. അപ്പോൾ പിന്നെ എൻ്റെ മോളെയാണെങ്കിൽ ഇവൾക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അവളെ എല്ലാ ഗെയിംസിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇവിടെ നിന്നൊന്നും ഇറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കോഴിക്കോട് ഹൈലൈറ്റിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പരിചിതമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും. കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികളുടെ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക എല്ലാവരും. ഗെയിംസും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് മുഖ്യം ബിഗിലെ എന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ ഡിഷസാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എല്ലാവരും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. മോമോസും ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെന്താ ചീസി ദോശ ആണ്, അതായത് ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ചീസി ദോശയാണ്. പിന്നെന്താ പാനിപ്പൂരി ഓർഡർ ചെയ്തു. പിന്നെ അവന് ബർഗർ മതി എന്ന് പറഞ്ഞിട്ട് ബർഗർ മേടിച്ചു. പിന്നെ ഇളനീർ ഷേക്കും പിന്നെ കരിമ്പ് ജ്യൂസും ഒക്കെയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിച്ചായിരുന്നു. എൻ്റെ അനിയൻ ഡ്യൂട്ടിയിലാണ്, പക്ഷേ അവനും നമ്മളെ കൂടെ ചേർന്നു. പിന്നെ ചേച്ചീൻ്റെ മോനെ കാണിക്കുന്ന വീഡിയോസൊന്നും, അതായത് അവിടെ പോയ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാര്യം ഹോസ്റ്റലിലേക്ക് അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അവനോട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോരുകയുണ്ടായത്. നല്ല മഴയായിരുന്നുള്ളൂ. ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ബായ്, ടാറ്റാ.